സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് എക്സാം ഹോളിൽ പരീക്ഷാ സമയത്ത് നമുക്ക് പെട്ടെന്ന് മാറിപ്പോവാനായിട്ട് ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ്. എല്ലാം തന്നെ കോമൺ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആദ്യത്തെ ചോദ്യം, ദേശീയ ഗാനമായ ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ഏതാണ്? ദേശീയ ഗാനമായ ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ശങ്കരാഭരണം രാഗത്തിലാണ്. ശങ്കരാഭരണം. അടുത്തത്, ദേശീയ ഗീതമായ വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാഗത്തിലാണ്? ദേശ് രാഗത്തിലാണ്. അപ്പൊ ദേശീയ ഗാനമാണ് ജനഗണമന, ദേശീയ ഗാനമാണ് ജനഗണമന, ദേശീയ ഗീതമാണ് വന്ദേ മാതരം. ഇങ്ങനെ ചോദിച്ചാലും അത് മാറിപ്പോകരുത്, പെട്ടെന്ന് മാറിപ്പോവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം ദേശീയ ഗാനമാണ് ജനഗണമന, ദേശീയ ഗീതമാണ് വന്ദേ മാതരം. അപ്പം ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ശങ്കരാഭരണമാണ്. ദേശീയ ഗീതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ്? ദേശ് രാഗമാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2-3 പോയിന്റും കൂടി നോട്ട് ചെയ്യുക. ദേശീയ ഗാനത്തിന്റെ രചയിതാവ് ആരാണ്? ദേശീയ ഗാനത്തിന്റെ രചയിതാവ് രവീന്ദ്രനാഥ ടാഗോർ ആണ്. രവീന്ദ്രനാഥ ടാഗോർ ആണ് ദേശീയ ഗാനത്തിന്റെ രചയിതാവ്. ദേശീയ ഗീതത്തിന്റെ രചയിതാവ് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ദേശീയ ഗീതത്തിന്റെ രചയിതാവ്. ദേശീയ ഗാനം രവീന്ദ്രനാഥ ടാഗോർ, ദേശീയ ഗീതം ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇനി ദേശീയ ഗാനം അതുപോലെ ദേശീയ ഗീതം ഇത് രണ്ടും ഭരണഘടന അംഗീകരിച്ചത് ഒരേ ദിവസം തന്നെയാണ്. ഏതാണ്? 1950 ജനുവരി 24. 1950 ജനുവരി 24 ദേശീയ ഗാനം അതുപോലെ ദേശീയ ഗീതം ഇവ രണ്ടും ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ചത്. അടുത്ത ചോദ്യം, കേരളത്തിൽ ആകെ ഉള്ള നദികളുടെയും കായലുകളുടെയും എണ്ണം എത്ര? കേരളത്തിൽ ആകെ നദികൾ എത്രയാണ്? 44 നദികളാണ്. ആകെ കായലുകൾ എത്രയാണ്? 34 കായലുകളാണ്. 44 നദികൾ, 34 കായലുകൾ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെയും ഏറ്റവും തെക്കേ അറ്റത്തെയും നദികൾ ഏവ? ഏറ്റവും വടക്കേ അറ്റത്തെ ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ്. മഞ്ചേശ്വരം. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ് മഞ്ചേശ്വരം പുഴ. അതുപോലെ തെക്കേ അറ്റത്തെ ഏതാണ്? നെയ്യാറാണ്. തെക്കേ അറ്റത്തെ നദി ഏതാണ്? നെയ്യാറാണ് തെക്കേ അറ്റത്തെ നദി. മഞ്ചേശ്വരം പുഴ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? മഞ്ചേശ്വരം പുഴ സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ്. മഞ്ചേശ്വരം കാസർഗോഡ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി നെയ്യാർ ഏത് ജില്ലയിലാണ്? നെയ്യാറ് തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് നെയ്യാറ്. മഞ്ചേശ്വരം കാസർഗോഡ്, തിരുവനന്തപുരം ജില്ലയിലാണ് നെയ്യാറ് വരുന്നത്. ഇനി മഞ്ചേശ്വരം പുഴയുടെ നീളം എത്രയാണ്? മഞ്ചേശ്വരം പുഴയുടെ നീളം 16 കിലോമീറ്റർ ആണ് മഞ്ചേശ്വരം പുഴയുടെ നീളം എന്നതും ഓർക്കാം. അപ്പം കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ്. ഏറ്റവും തെക്കേ അറ്റത്തെ നദിയാണ് നെയ്യാറ്. മഞ്ചേശ്വരം പുഴ കാസർഗോഡ് ജില്ലയിൽ, നെയ്യാറ് തിരുവനന്തപുരം ജില്ലയിൽ. മഞ്ചേശ്വരം പുഴയുടെ നീളം 16 കിലോമീറ്റർ ആണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണ്, ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ് മഞ്ചേശ്വരം പുഴ. അപ്പം നീളം കൂടിയ നദി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? പെരിയാർ നദിയാണ്. പെരിയാർ നദിയുടെ നീളം വരുന്നത് 244 കിലോമീറ്റർ ആണ്. പെരിയാറിന്റെ നീളം എത്രയാണ്? 244 കിലോമീറ്റർ ആണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട തടാകം. ശാസ്താംകോട്ട തടാകമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഏത് ജില്ലയിലാണ് ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിലാണ് ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം ജില്ല. ഇനി അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്?
ഏറ്റവും വലുത് ഏതാണ്? വേമ്പനാട്ടു കായലാണ് ഏറ്റവും വലിയ കായൽ. വേമ്പനാട്ടു കായൽ ഏത് ജില്ലകളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്? ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. ഏതൊക്കെയാണ്? ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു. ഏത്? വേമ്പനാട്ട് കായൽ. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നു വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. അടുത്ത ചോദ്യം, പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത്? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത്? അന്തരീക്ഷം. നൈട്രജൻ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നൈട്രജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. അപ്പൊ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഹൈഡ്രജൻ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതെന്ന് ചോദിച്ചാൽ നൈട്രജൻ ആണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഓക്സിജൻ ആണ്. കറിയുപ്പ് എന്നറിയപ്പെടുന്നത് ഏത് രാസവസ്തുവാണ്? കറിയുപ്പ് സോഡിയം ക്ലോറൈഡ് ആണ്. സോഡിയം ക്ലോറൈഡ്. കറിയുപ്പിന്റെ ശാസ്ത്രീയ നാമം ഏതാണ്? സോഡിയം ക്ലോറൈഡ് ആണ്. ഇനി പൊട്ടാസ്യം ക്ലോറൈഡ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഇന്ദുപ്പ്. ഇന്ദുപ്പ് എന്നറിയപ്പെടുന്നത് ഏതാണ്? പൊട്ടാസ്യം ക്ലോറൈഡ് ആണ്. കറിയുപ്പ് സോഡിയം ക്ലോറൈഡ് ആണ്. ഇന്ദുപ്പ് എന്ന് പറയുന്നത് പൊട്ടാസ്യം ക്ലോറൈഡ് ആണ്. മാസ് നമ്പറിനെ അടിസ്ഥാനമാക്കിയുള്ള ആവർത്തന പട്ടികയുടെ പിതാവ് ആര്? മാസ് നമ്പറിനെ അടിസ്ഥാനമാക്കിയുള്ള ആവർത്തന പട്ടികയുടെ പിതാവ് മെൻഡലീവ് ആണ്. മെൻഡലീവ് ആണ് മാസ് നമ്പറിനെ അടിസ്ഥാനമാക്കിയുള്ള ആവർത്തന പട്ടികയുടെ പിതാവ്. അറ്റോമിക് നമ്പറിനെ അടിസ്ഥാനമാക്കിയുള്ള ആവർത്തന പട്ടികയുടെ പിതാവ് ആരാണ്? ഹെൻറി മോസ്ലി ആണ്. ഹെൻറി മോസ്ലി. മാസ് നമ്പറിനെ അടിസ്ഥാനമാക്കിയുള്ള ആവർത്തന പട്ടികയുടെ പിതാവ് മെൻഡലീവും അറ്റോമിക് നമ്പറിനെ അടിസ്ഥാനമാക്കിയുള്ള ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലിയുമാണ്. അടുത്ത ചോദ്യം, തുടയിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? തുടയിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് ഫീമർ. തുടയിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? ഫീമർ. ഇനി കൈയിലെ ഏറ്റവും വലിയ അസ്ഥി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ഹ്യൂമറസ് ആണ്. ഹ്യൂമറസ്. കൈയിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? ഹ്യൂമറസ്. തുടയിലെ ഏറ്റവും വലിയ അസ്ഥി ഏതെന്ന് ചോദിച്ചാൽ ഫീമർ ആണ്. കൈയിലേത് ഹ്യൂമറസ് ആണ്. അടുത്തത്, കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് കാസ്റ്റിക് സോഡ എന്ന് അറിയപ്പെടുന്നത്. ഇനി കാസ്റ്റിക് പൊട്ടാഷ് എന്നറിയപ്പെടുന്നതോ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പൊ കാസ്റ്റിക് സോഡ എന്നറിയപ്പെടുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. കാസ്റ്റിക് പൊട്ടാഷ് എന്നറിയപ്പെടുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആണ്. ക്യുക്ക് സിൽവർ എന്നറിയപ്പെടുന്ന മൂലകം ഏതാണ്? ക്യുക്ക് സിൽവർ എന്നറിയപ്പെടുന്നത് മെർക്കുറിയാണ്. ക്യുക്ക് സിൽവർ എന്നറിയപ്പെടുന്ന മൂലകം ഏതാണ്? മെർക്കുറി. ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്ന മൂലകം ഏതാണ്? ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത് ഏതാണ്? പ്ലാറ്റിനം ആണ്. ക്യുക്ക് സിൽവർ എന്നറിയപ്പെടുന്നത് മെർക്കുറിയാണ്. ലിറ്റിൽ സിൽവർ എന്നറിയപ്പെടുന്നത് ഏതാണ്? പ്ലാറ്റിനം ആണ്. ഇനി സലീം അലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. സലീം അലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീർ. സലീം അലി തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തടാകം ഔറംഗാബാദിലാണ്. സലീം അലി തടാകം സ്ഥിതി ചെയ്യുന്നത് ഔറംഗാബാദിലാണ്. സലീം അലി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഗോവയിലാണ് പക്ഷി സങ്കേതം. ഇനി സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതമാണ് സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം. അപ്പോൾ ഒന്നും കൂടി നോക്കാം. സലീം അലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീർ. സലീം അലി തടാകം സ്ഥിതി ചെയ്യുന്നത് ഔറംഗാബാദ്. സലീം അലി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഗോവ. സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏത് എന്ന് ചോദിച്ചാൽ തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. ലോകത്തിലെ ഏറ്റവും വടക്കേയറ്റത്തുള്ള തലസ്ഥാന നഗരം. ലോകത്തിലെ ഏറ്റവും വടക്കേയറ്റത്തുള്ള തലസ്ഥാന നഗരം
റെയ്ക് ജാവിക്കാണ്. ഐസ്ലാൻഡിലെ റെയ്ക് ജാവിക്കാണ് ലോകത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ തലസ്ഥാന നഗരം. റെയ്ക് ജാവിക്. ലോകത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള തലസ്ഥാന നഗരം ഏതാണ്? വെല്ലിംഗ്ടൺ ആണ്. ന്യൂസിലാൻഡിലെ വെല്ലിംഗ്ടൺ ആണ് ലോകത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള തലസ്ഥാന നഗരം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ധവള വിപ്ലവം ഡോക്ടർ വർഗീസ് കുര്യനാണ്. ഡോക്ടർ വർഗീസ് കുര്യനാണ് ഇന്ത്യയിലെ ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ MS സ്വാമിനാഥനാണ്. ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ്. ഇന്ത്യയിലെ ധവള വിപ്ലവത്തിന്റെ പിതാവ് ഡോക്ടർ വർഗീസ് കുര്യൻ. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ MS സ്വാമിനാഥനാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ നിയമസഭാ സ്പീക്കർ ഷാനോ ദേവി. ഹരിയാനയിലെ ഷാനോ ദേവിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ നിയമസഭാ സ്പീക്കർ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ലോകസഭാ സ്പീക്കറോ? മീര കുമാർ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ലോകസഭാ സ്പീക്കർ മീര കുമാർ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ നിയമസഭാ സ്പീക്കറാണ് ഷാനോ ദേവി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ലോകസഭാ സ്പീക്കർ മീര കുമാർ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുൻസിഫ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുൻസിഫ് അന്ന ചാണ്ടി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുൻസിഫ് അന്ന ചാണ്ടി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ഓമന കുഞ്ഞമ്മ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ഓമന കുഞ്ഞമ്മ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുൻസിഫ് ആരെ എന്ന് ചോദിച്ചാൽ അന്ന ചാണ്ടി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മജിസ്ട്രേറ്റ് ആരെ എന്ന് ചോദിച്ചാൽ ഓമന കുഞ്ഞമ്മയാണ്. അടുത്തത്, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ APJ അബ്ദുൽ കലാം. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ ടെസി തോമസ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ APJ അബ്ദുൽ കലാം. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ ടെസി തോമസ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ വിദേശകാര്യ സെക്രട്ടറി ചൊക്കില അയ്യർ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ വിദേശകാര്യ സെക്രട്ടറി ചൊക്കില അയ്യർ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ വിദേശകാര്യ മന്ത്രി സുഷമ സ്വരാജ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ വിദേശകാര്യ മന്ത്രി സുഷമ സ്വരാജ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ വിദേശകാര്യ സെക്രട്ടറിയാണ് ചൊക്കില അയ്യർ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ വിദേശകാര്യ മന്ത്രിയാണ് സുഷമ സ്വരാജ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ സരോജിനി നായിഡു. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ സരോജിനി നായിഡു. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ശാരദ മുഖർജി. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരായിരുന്നു? ശാരദ മുഖർജി. ഇപ്പം ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണറാണ് സരോജിനി നായിഡു. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണറാണ് ശാരദ മുഖർജി. അടുത്ത ചോദ്യം, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന്റെ സമയത്ത് 1984 ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന്റെ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത് ഇന്ദിരാഗാന്ധി. ഇനി ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടറിന്റെ സമയത്ത് 1988 പ്രധാനമന്ത്രി ആരായിരുന്നു? രാജീവ് ഗാന്ധിയാണ്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന്റെ സമയത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ഓപ്പറേഷൻ ബ്ലാക്ക് തണ്ടറിന്റെ സമയത്ത് പ്രധാനമന്ത്രിയായിരുന്നത് രാജീവ് ഗാന്ധിയുമാണ്. ദേശീയ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്. ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ 15 ഇനി ആരുടെ ജന്മദിനമാണ് ദേശീയ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത്? ഡോക്ടർ S രാധാകൃഷ്ണന്റെ ജന്മദിനമാണ്. ഡോക്ടർ S രാധാകൃഷ്ണന്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത്. അടുത്തത് ദേശീയ വിദ്യാഭ്യാസ ദിനം. ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? നവംബർ 11 മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസ ദിനം, ദേശീയ അധ്യാപക ദിനം. ദേശീയ അധ്യാപക ദിനം സെപ്റ്റംബർ 15, സെപ്റ്റംബർ 5 ഡോക്ടർ S രാധാകൃഷ്ണന്റെ ജന്മദിനം. ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11 മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനം. അടുത്തത് ദേശീയ വ്യോമയാന ദിനം എന്നാണ്. ദേശീയ വ്യോമയാന ദിനം ഡിസംബർ 19.
അന്താരാഷ്ട്ര സിവിൽ വ്യോമയാന ദിനം ഡിസംബർ 7. ദേശീയ വ്യോമയാന ദിനം ഡിസംബർ 19. അന്താരാഷ്ട്ര സിവിൽ വ്യോമയാന ദിനം ഡിസംബർ 7. ദേശീയ പുനർനവീകരണ ദിനം. ദേശീയ പുനർനവീകരണ ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 31. ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ഒക്ടോബർ 31. ദേശീയ പുനർനവീകരണ ദിനം. ദേശീയ പുനരുപയോഗ ഊർജ ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 20. ദേശീയ പുനരുപയോഗ ഊർജ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ഓഗസ്റ്റ് 20 ആണ്. ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് എവിടെ? ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് രാജസ്ഥാനിലാണ്. 1959 പഞ്ചായത്ത് രാജ് സംവിധാനം ആരംഭിച്ച രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ് 1959. 73-ാം ഭരണഘടനാ ഭേദഗതിക്ക് ശേഷം പഞ്ചായത്ത് രാജ് തെരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ സംസ്ഥാനം. 73-ാമത്തെ ഭരണഘടനാ ഭേദഗതിക്ക് ശേഷം പഞ്ചായത്ത് രാജ് തെരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ സംസ്ഥാനം മധ്യപ്രദേശ് ആണ്. മധ്യപ്രദേശ്. ഹിമാലയൻ പ്രദേശങ്ങളിലെ മരങ്ങൾ മുറിക്കുന്നതിനെതിരെ സുന്ദർലാൽ ബഹുഗുണയുടെ നേതൃത്വത്തിൽ നടന്ന സമരമേത്? ചിപ്കോ പ്രസ്ഥാനമാണ്. ഹിമാലയൻ പ്രദേശങ്ങളിലെ മരങ്ങൾ മുറിക്കുന്നതിനെതിരെ സുന്ദർലാൽ ബഹുഗുണയുടെ നേതൃത്വത്തിൽ നടന്ന സമരം ചിപ്കോ പ്രസ്ഥാനം. ചിപ്കോ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആരെയെന്ന് ചോദിച്ചാൽ സുന്ദർലാൽ ബഹുഗുണ. സൈലന്റ് വാലി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനം ഏതാണ്? സൈലന്റ് വാലി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. പരിസ്ഥിതി സംരക്ഷണത്തിനായിട്ട് കർണാടകയിൽ ആരംഭിച്ച സമരമാണ് അപ്പിക്കോ പ്രസ്ഥാനം. അപ്പിക്കോ പ്രസ്ഥാനം ആരംഭിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? കർണാടകയിലാണ്. ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരായിരുന്നു? ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു, ആദ്യത്തെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ. അടുത്ത ചോദ്യം, ദണ്ഡിയാത്രയിൽ തീർത്ഥാടകർക്കും സത്യാഗ്രഹികൾക്കും ആവേശം പകരാനായി പാടിയ പ്രശസ്തമായ ഗാനം ഏതാണ്? രഘുപതി രാഘവ രാജാറാം എന്ന ഗാനമാണ് ദണ്ഡിയാത്രയിൽ തീർത്ഥാടകർക്കും സത്യാഗ്രഹികൾക്കും ആവേശം പകരാനായിട്ട് പാടിയ പ്രശസ്തമായ ഗാനം. രഘുപതി രാഘവ രാജാറാം. രഘുപതി രാഘവ രാജാറാം എന്ന പ്രശസ്തമായ ഗാനം രചിച്ചത് ആരാണ്? ശ്രീ ലക്ഷ്മണാചാര്യയാണ്. ശ്രീ ലക്ഷ്മണാചാര്യയാണ് രഘുപതി രാഘവ രാജാറാം എന്ന പ്രശസ്തമായ ഗാനം രചിച്ചത്. മഹാത്മാഗാന്ധിയുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രാർത്ഥനാ ഗാനം വൈഷ്ണവ ജനതോ രചിച്ചത് ആര്? നർസി മേത്തയാണ്. ഗുജറാത്തി കവിയായ നർസി മേത്തയാണ് വൈഷ്ണവ ജനതോ എന്ന ഗാനം രചിച്ചത്. മഹാത്മാഗാന്ധിയുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രാർത്ഥനാ ഗാനമാണ് വൈഷ്ണവ ജനതോ എന്നത്. രചിച്ചത് നർസി മേത്ത, ഗുജറാത്തി കവി. വൈഷ്ണവ ജനതോ ഏതു ഭാഷയിലുള്ള ഗാനമാണ് എന്ന് ചോദിച്ചാലോ ഗുജറാത്തി ഭാഷയിലുള്ള ഗാനമാണ് വൈഷ്ണവ ജനതോ എന്നത്. ഗുജറാത്തി ഭാഷയിലുള്ള ഗാനം. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിലേക്കായിട്ട് എടുത്തിരിക്കുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്